ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പാവയ്ക്ക മെഴുക്കാണ്. നല്ല കയ്പില്ലാതെ നമുക്ക് എങ്ങനെ സൂപ്പർ ടേസ്റ്റിലൊരു പാവയ്ക്ക മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ പാവയ്ക്ക നല്ല നൈസായിട്ട് അരിഞ്ഞെടുക്കുക. ഇതായി കാണുന്ന പോലെ എത്രയും നൈസാക്കാവോ അത്രയും നല്ലത്. അതിലേക്ക് ഒരു 4 നല്ല എരിയുള്ള മുളക് നന്നായിട്ട് കീറിയിടുക. അതിലേക്ക് ഒരു വലിയ 2 സവാള നന്നായിട്ട് കുനുകുനായി പാവയ്ക്ക് എങ്ങനെയാണ് അരിഞ്ഞാൽ അതേപോലെ അരിഞ്ഞെടുക്കുക. അതിലേക്ക് ഒരു 3-4 തണ്ട് കറിവേപ്പില. ഇത്രയാണ് നമുക്ക് ആവശ്യം. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരിതാണ്. അതിലേക്ക് ചട്ടി അടുപ്പത്ത് വെക്കുക. അതിലേക്ക് ഇതെല്ലാം കൂടി ഒരു ശകല എണ്ണ ഒഴിച്ച് ഇതെല്ലാം കൂടി അതിലേക്ക് ഒന്ന് ഇടുക. ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി അതിലേക്ക് വിതറുക. കുറച്ച് സമയം കഴിയുമ്പോൾ അടച്ച് വെച്ചേക്കണം. കുറച്ച് സമയം കഴിയുമ്പോൾ അതിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളവും കൂടി വരുന്നത് കാണാം. അത് ഇടയ്ക്കിടയ്ക്ക് അടച്ച് വെച്ച് തുറന്ന് നോക്കി ഇളക്കി എടുക്കാവുന്നതാണ്. ഒട്ടും കയ്പില്ലാതെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു മെഴുക്കാണ് പാവയ്ക്ക മെഴുക്ക് പുരട്ടി. ഇതായി കാണുന്ന കണ്ടോ, ഒരു ശകലം ഇത് ഇനി നമുക്ക് വീണ്ടും അടച്ചു വയ്ക്കാവുന്നതാണ്. അങ്ങനെ അടച്ച് വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കണം, കാരണം മൂട്ടി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. നോക്കൂ, കുറച്ച് വെള്ളം വന്നിട്ടുണ്ട്. അതൊന്ന് നന്നായി ഇളക്കി കൊടുത്ത് നമ്മളെ മെഴുക്ക് നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റ് നന്നായി വന്നിട്ടുണ്ട്. ഇതിൽ ഇത്രയും ഉള്ളിയും ഇതെല്ലാം ഇട്ടതുകൊണ്ട് തന്നെ ഒട്ടും കയ്പില്ലാതെ എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ ഒരു നല്ല മെഴുക്ക് പുരട്ടിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സ്, ഇനി നമുക്ക് ഈ മെഴുക്ക് നന്നായിട്ടൊന്ന് ചിക്കി ഇളക്കി എല്ലായിടത്തേക്കും കൂടി ഒന്ന് ആക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ്. സൂപ്പർ ടേസ്റ്റിലുള്ള അടിപൊളി പാവയ്ക്ക മെഴുക്ക് പുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബൈ ഫ്രണ്ട്സ്, ഇനി അടുത്തൊരു വീഡിയോയുമായി കാണാം.